ഇത്രയും അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട കോഴിക്കോട്ടച്ച, ബഹുമാനപ്പെട്ട Yeah.
ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കവിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേൽ എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കുവാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേത് മാത്രമാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയായും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവരും ബഹുമാനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെ ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് സ്ത്രീമാരെ കൊണ്ടുവരുവിൻ. എന്റെ മഹത്വത്തിനായി ഞാൻ രൂപപ്പെടുത്തവരും എന്റെ നാമത്തെ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ദൈവമായ കർത്താവിന്റെ സ്തുതി.
സൂറായ ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുകയും സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാളിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരടയാളവും കാണപ്പെട്ടു. ഇതാ തീനിറമുള്ള ഒരു മഹാവ്യാധി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാധി അവരുടെ മുൻപിൽ നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെയും 20 തട്ടുകൊണ്ട് മേയിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി.
Al Musa Kauda, Ukahi Musa Dishata, Urna Sadapere,
Mas
Amen.
O
Sabe, Lava Topia Vespa, Lihadi, the Negative Marke, Ella Nafsi Sarah, Padamusa, the Auda Neso, Pakava Nasha, the Shalmana, Benavisa Milita, Oyadusa Nisa, Udamayosa, O Pagra Mayosa Nashaya, Wahua Binatsa, Wahua Turis Namosa, the Aileen, Dasres Namosa Iron Nespen, Westwoodland, Udana Bukan, Rasahana, Avakabin, Ramaikem. Audin and Mar, Dugaran, Hesse, Dorag, Akadalapen, Pelagiarin, Ram, Western Valley, Skull, Ishol, Ruma, Alida, Naviasam, Dishasam, Vayu Kainava, Lasmaya, Luvasakaraboy, Mishaham, Uvaragam, Vatsaruya, Visatiya, Vemar, Anam, Isam, Pagradil, Dahlavakon, Miskase, Lishukanagabahim, Sao, Wakol, Gene, Koladon. Ugarna, Polkasa, Audi, Uvaragam, Uyabduvan, Vemar, Anam, Isam, Dumabil, Tudia Seke, Vratar, Grapusugim, Meshishanem, Lesukana, Durahim, Sao, Vestao, Gene, Koladon. Remas Miskenchiton, Vishemarga, Niduran Babil, Eudesem. Veskina, Despakadanmar, Eskanasrina, Panena, Vedic Siri, Ugala, Seudavia, Daudut Mende, Hansa, Lamispara, Godel Vestinashu, Sentupahimala, Usage, Ure Discipline, Working Appointed, Unaham Misusen, Westwood Havasen, Sandra Yusen, Vanigatlayasen, Ohayam Tamar Paragan, Lavel Wabai, Unasakta Hussein, the Kianan, Alasha Rahumesh Pie, the Daimosagam. Franciscos Papa Dorome, Paglapa, Budisama, Ibris, Raparita, O
The best